വിവിഷ ഇതിൽ കാവിക്കൊടിക്ക് പകരം ഇന്ത്യയുടെ ദേശീയ പതാകയാണ് വെച്ചിരുന്നെങ്കിൽ പ്രശ്നം അവസാനിക്കുമായിരുന്നു. കാരണം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ബാധ്യതപ്പെട്ടതും അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. ഈ രാജ്യത്ത് പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാവും. ഇപ്പോൾ RSS ഉൾപ്പെടെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരാരാധിക്കുന്ന ബിംബങ്ങളെയൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പണം ചെലവഴിച്ച് നടത്തുന്ന സർക്കാർ പരിപാടിയിൽ അത് ഒരു സർക്കാർ പരിപാടിയുടെ എല്ലാ ചെലവുകളും വഹിച്ച് ആ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് RSS ആരാധിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. അതിന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് ഇവിടെ നടക്കുന്ന വിവാദം. അത്രയേ ഉള്ളൂ. ഈ ഗവർണർ RSSകാരനാണോ BJPക്കാരനാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിസരം മാത്രമാണ്. പക്ഷേ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പൊതുപരിപാടിയിൽ RSSൻ്റെ ചിഹ്നങ്ങളോ RSSൻ്റെ ബിംബങ്ങളോ ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള നിലപാടാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ കൃഷി മന്ത്രി P. പ്രസാദിൻ്റെ നിലപാടിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെയും നിലപാട്. പക്ഷേ RSSകാരനായിട്ടുള്ള ആർലേക്കർ കേരളത്തിലെ ഗവർണറായി വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ പ്രതിപക്ഷവും കോൺഗ്രസും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വരട്ടെ, അദ്ദേഹം വരുമ്പോൾ അറിയാമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യുദ്ധത്തിലാണ് ഈ സർക്കാർ ഏർപ്പെട്ടിരുന്നത്. എത്ര റോഡിലേക്ക് വരെ ആ പ്രതിഷേധങ്ങൾ നീളുന്ന അല്ലെങ്കിൽ ആ പോരാട്ടം നേരിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പുതിയൊരു ഗവർണർ എത്തുന്നു. സംസ്ഥാന സർക്കാർ സ്വാഭാവികമായി ഒരു സൗഹൃദത്തിൻ്റെ പാത വേണമെന്ന് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമാണല്ലോ. ഒരു സർക്കാർ ആ നിലയ്ക്ക് ശ്രമിക്കുന്നത് ഉചിതമായ കാര്യം തന്നെയാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇത്തരം നിലപാടുകളിലൂടെ ആ സ്വരച്ചേർച്ച തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് VD സതീശൻ അടക്കം പറഞ്ഞത് ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ ഒരു RSS കേന്ദ്രമായി മാറുന്നു, മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ആ മൗനം? വീണ്ടും സർക്കാർ ഇതൊരു വലിയ വിഷയമാക്കാതെ ഒരു രമ്യതയുടെ പാതയിൽ പോകട്ടെ എന്നൊരു ചിന്ത സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അല്ല, എനിക്ക് മനസ്സിലാകാത്ത ഒരു യുക്തിയാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ RSSകാരുമായിട്ട് സന്ധി ചെയ്യുന്നത് കൊണ്ട് കേരളത്തിന് എന്താണ് നേട്ടം കിട്ടുന്നത്? ഇപ്പോൾ RSSകാരായിട്ടോ BJPക്കാരായിട്ടോ സന്ധി ചെയ്യുമ്പോൾ അവരുമായിട്ട് രമ്യതയിൽ പോകുന്നത് കൊണ്ട് കേരളത്തിന് പ്രത്യേക ഒരു ആനുകൂല്യം കിട്ടിയതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ്റെ സർക്കാർ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയുടെ സർക്കാർ കേരളത്തോട് സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും നയപരമായിട്ട് ചിറ്റമ നയം സ്വീകരിക്കുന്നു എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ RSSകാരനായിട്ടുള്ള അടിമുടി RSSകാരനായിട്ടുള്ള ആർലേക്കറുമായിട്ട് രമ്യതയിൽ പോകുന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേക ഒരു നേട്ടമുണ്ടാകുന്നത്? നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. ഇദ്ദേഹം വരുന്ന സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനം പോലും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെയ്തികൾ പോലെ ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് RSSകാരൻ കേരളത്തിന്റെ ഗവർണറായി വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കൃത്യമായ ധാരണ K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരിഫ് ഖാനേക്കാൾ വലിയ ആളാണ് വരുന്നത്, അത് കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടും സംസ്ഥാനത്തെ CPMന്റെ സെക്രട്ടറിക്ക് അത് മനസ്സിലായില്ല. പക്വമതിയായ ഗവർണർ എന്നാണ് ഈ ഗവർണറെ കുറിച്ചിട്ട് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതേ ഗവർണറുടെ സാന്നിധ്യത്തിലാണ് നിർമ്മലാ സീതാരാമനുമായിട്ട് രഹസ്യമായിട്ട് നയതന്ത്ര ചർച്ച നടത്തിയത് KV തോമസിന്റെ കാർമ്മികത്വത്തിൽ ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച്. ആ ചർച്ചയിൽ എന്താണ് സംസാരിച്ചതെന്നും ആ ചർച്ചയിൽ കേരളത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് KV തോമസും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നികുതി പണത്തിൽ നിന്ന് സൗകര്യങ്ങൾ പറ്റുന്ന ഗവർണറും നിർമ്മലാ സീതാരാമനും നടത്തിയ ചർച്ച നമ്മുടെ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ളത് എന്തെങ്കിലും ആയിരുന്നോ എന്ന് നാളിതുവരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല. അതിനുശേഷം RSSകാരായിട്ടുള്ള 3 ഗവർണർമാരെ കേരളത്തിലെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഇങ്ങനെ ഓരോ ഘട്ടവും പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള മൗനം പലതും പറയുന്നുണ്ടെന്ന് പറയാൻ കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഗവർണറുടെ രാജ്ഭവനിൽ നടത്തിയ പരിപാടിയിൽ RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തി വന്നതിനെ കുറിച്ചിട്ടും ഇതുപോലെ തന്നെ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കും. കേരളത്തിലെ RSS വിരുദ്ധരായിട്ടുള്ള ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാര്യമായിട്ട് നമ്മൾ കണ്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്